In a child aged 3.5 years with an ear problem, which of the following situation merits urgent referral to hospital, especially tender swelling ഉണ്ടെങ്കിൽ ഇയറിൻ്റെ അവിടെ ചെവീൻ്റെ അവിടെ ടെൻഡർ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ പസ് സീനിങ് ഡ്രീനിങ് പഴുപ്പുണ്ടെങ്കിലോ റിപ്പോർട്ട് ഫോർ ലെസ് ദാൻ 14 ഡേയ്സിൽ ഇതൊന്നും ഇപ്പോൾ അർജൻറ്റ് റെഫറൊന്നും വേണ്ട. പസ് സീൻ ഡ്രെയിനിങ് ഫ്രം ദ ഇയർ ഡിസ്ചാർജ് റിപ്പോർട്ട് ഫോർ മോർ ദാൻ ഒരു വീക്കിൻ്റെ കൊടുക്കുന്നത്. പസ് സീൻ ഡ്രെയിനിങ് ഫ്രം ബോത്ത് ഇയർ റെസ്പെക്റ്റീവ് ഡ്യൂറേഷൻ. ഇവിടെ ടെൻഡർ സ്വെല്ലിംഗ് ബിഹൈൻഡ് ദ ഇയർ മാത്രമേ റെഫർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇയർ ഇൻഫെക്ഷൻ, മാസ്റ്റോഡൈറ്റിസ്, ടെൻഡർ സ്വെല്ലിംഗ് ഉണ്ട്, ഇയറിൻ്റെ അവിടെ പുറകിൽ ടെൻഡർ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്റ്റോഡൈറ്റിസ്. ഗീവ് ഫസ്റ്റ് ഡോസ് ഓഫ് ആംബിസിലിൻ അല്ലെങ്കിൽ ഓറൽ അമോക്സിസിലിൻ ഓർ ഇൻട്രാമസ്കുലാർ ജെൻഡാമൈസിൻ അല്ലെങ്കിൽ ആംബിസിലിൻ ഓറൽ അമോക്സിസിലിനോ ഇൻട്രാമസ്കുലാർ ജെൻഡാമൈസിനോ. ഫസ്റ്റ് ഡോസ് ഓഫ് പാരസെറ്റാമോളോ വേദനയ്ക്കുള്ള റിഫർ അർജൻറ്റ്ലി ടു ഹോസ്പിറ്റൽ. അക്യൂട്ട് ഇയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ പസ് സീൻ ഡ്രെയിനിങ് ഫ്രം ദി ഇയർ ആൻഡ് ഡിസ്ചാർജ് ലെസ് ദാൻ 14 ഡേയ്സ്. വേദനയുണ്ടെങ്കിൽ ലെസ് ദാൻ 14 ഡേയ്സ്. ചെവി വേദന ഉണ്ടെങ്കിൽ ഗീവ് അമോക്സിസിലിൻ ഫോർ 5 ഡേയ്സ്. ഗീവ് പാരസെറ്റാം ഫോർ പെയിന്. ഇയർ ഡ്രൈ ചെയ്യുക ബൈ വിക്കിംഗ് ഫോളോ അപ്പ് ഇൻ 5 ഡേയ്സ്. ക്രോണിക് ഇയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ പസ് സീൻ ഡ്രെയിനിങ് ഫ്രം ദി ഇയർ ഫോർ മോർ ദാൻ 14 ഡേയ്സ്. ഡ്രൈ ദ ഇയർ ഡ്രൈ ചെയ്യണം ബൈ വിക്കിംഗ്. ടോപ്പിക്കൽ സിപ്രോഫ്ലോക്സാക്സ് ഇയർ ഡ്രോപ്പ് കൊടുക്കാം ഫോർ 2 വീക്സ്. ഫോളോ അപ്പ് ഇൻ 5 ഡേയ്സ്. ഇയർ ഇൻഫെക്ഷൻ ഒന്നുമില്ലെങ്കിൽ നോ ഇയർ പെയിന്, നോ പസ് സീൻ ഡ്രെയിനിങ് ഫ്രം ദ ഇയർ, നോ അഡീഷണൽ ട്രീറ്റ്മെൻറ്റ്. ഫോളോ അപ്പ് ഇൻ 5 ഡേയ്സ്. Up to 10% of cases of autism spectrum disorder may be caused by genetic condition. Which of the following are known to be associated with autism spectrum disorder? 1 and 2. Tuberous sclerosis and Fragile X syndrome. Tuberous sclerosis and Fragile X syndrome ആണ് up to 10% of cases of autism spectrum disorder genetic mutation. Which of the following associated with autism spectrum disorder? Tuberous sclerosis and Fragile X syndrome. Autism spectrum disorder എന്ന് പറയുന്നത് ട്രയാഡ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇമ്പയർമെൻറ്റ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ, വെർബലോ നോൺ വെർബലോ സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ, ക്വാളിറ്റേറ്റീവ് ഇമ്പയർമെൻറ്റ് ഓഫ് സോഷ്യൽ ബിഹേവിയറിൽ സ്കിൽസ് ആൻഡ് അസോസിയേറ്റഡ് സ്റ്റീരിയോടൈപ്പിക്കൽ restrictive behavioral pattern with onset before 3 years of age. Estimated global prevalence 1 to 2% ആണ്. Autism spectrum disorder is characterized by triad of 3 തരം: qualitative impairment of social behavior, poor eye contact, unresponsiveness, communication, verbal and non-verbal skills associated with the stereotypic and restrictive behavioral pattern. Talking with onset before 3 years of age. Pathogenesis of autism is not clear. Genetic causes such as Fragile X syndrome, tuberous sclerosis, Angelman syndrome, and metabolic disorders like phenylketonuria, hypothyroidism account for 10%. Diagnosis clinical criteria only. അപ്പോൾ ഇതിലൂടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ അകത്ത് tuberous sclerosis and Fragile X syndrome, tuberous sclerosis and Fragile X syndrome. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സെർബ്രൽ പാലസി. ഡിസോർഡർ ഓഫ് മൂവ്മെൻറ്റിലാണ്. പിന്നെ പ്രീമച്വർ പെർമനൻറ്റ് നേച്ചർ ആയിരിക്കും. പ്രോഗ്രസീവ് കോഴ്സ് ആയിരിക്കും. മൂവ്മെൻറ്റിൻ്റെ ഡിസോർഡറാണ്. പെർമനൻറ്റ് നേച്ചർ. ഡിസോർഡർ ഓഫ് പോസ്റ്റർ. മൂവ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ പെർമനൻറ്റ് നേച്ചറാണ്. ഡിസോർഡർ ഓഫ് പോസ്റ്ററാണ് നടക്കാൻ. സെർബ്രൽ പാലസി എന്ന് പറയുന്നത് പെർമനൻ്റാണ്, നോൺ പ്രോഗ്രസീവാണ്. refers to permanent ആയിട്ട് നോൺ പ്രോഗ്രസീവ് ആയിട്ട് ലൊക്കേഷൻ ഇൻവോൾവ് ഈ മസിൽസിൻ്റെ ടോൺ, ഡിസോർഡേഴ്സ് ഓഫ് ദ ടോൺ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ചലിക്കാനുള്ള അല്ലെങ്കിൽ പോസ്റ്റർ ബൈ ആൻ ഇൻസൾട്ട് ടു ദ ഡെവലപ്പിംഗ് ബ്രെയിൻ. അതാണ് സെർബ്രൽ പാലസി. അതുകൊണ്ടാണ് പറയുന്നത് ഡിസോർഡർ ഓഫ് മൂവ്മെൻറ്റ്, പെർമനൻറ്റ് നേച്ചർ, ഡിസോർഡർ ഓഫ് പോസ്റ്റർ. സെർബ്രൽ പാലസി നമ്മൾ പറഞ്ഞ നോൺ പ്രോഗ്രസീവാണ്, പെർമനൻ്റ് ആണ്. ലൊക്കേഷൻ ഇൻവോൾവിങ് ഡിസോർഡർ ഓഫ് ദ ടോണ്, മൂവ്മെൻറ്റ് ഓഫ് പോസ്റ്റർ ഇൻസൾട്ട് ടു ദ ഡെവലപ്പിംഗ് ബ്രെയിൻ. ഗ്രോസ് മോട്ടോർ ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആൻഡ് മോഡിഫൈഡ് അഷോബർ സ്കെയിൽ യൂസ്ഡ് ഇൻ സെർബ്രൽ പാലസി ഫോർ ലോവർ ലിംബ് ആൻഡ് അപ്പർ ലിംബ് സ്പാസ്റ്റിസിറ്റി ഗ്രേഡിംഗ് റെസ്പെക്റ്റീവ്ലി. Which of the following tools are used for a classification of spasticity in a child with cerebral palsy?
ഉത്തരം 1 and 4. ഗ്രോസ് മോട്ടോർ ഫങ്ഷൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആൻഡ് മോഡിഫൈഡ് അഷോവർത്തി സ്കെയിൽ. ഗ്രോസ് മോട്ടോർ ഫങ്ഷൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആൻഡ് മോഡിഫൈഡ് അഷോവർത്തി സ്കെയിൽ യൂസ്ഡ് ഇൻ സെർബൽ പാലസിയിൽ ഫോർ ലോവർ ലിംബ് ആൻഡ് അപ്പർ ലിംബ് സ്പാസ്റ്റിസിറ്റി ഗ്രേഡിംഗ് റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻ 2 മെഡിക്കൽ MRC grading is used for medical research. Counseling grading is used for motor system grading for muscle weight and muscle strength. We don't do it. Modified Connor scale is used for ADHD, attention deficit hyperactivity disorder. Option 1 and 2, 1 and 4. ഏതൊക്കെയാണ് ഗ്രോസ് മോട്ടോർ ഫങ്ഷൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആൻഡ് മോഡിഫൈഡ് അഷോവർത്തി സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത് സെർബൽ പാലസി ഫോർ ലോവർ ലിംബ് ആൻഡ് അപ്പർ ലിംബ് സ്പാസ്റ്റിസിറ്റി ഗ്രേഡിംഗ് റെസ്പെക്റ്റീവ്ലി. താങ്ക് യു.